CPM-ന് പണം അനുവദിച്ച ടൂറിസം വകുപ്പ്. CPM ലോക്കൽ കമ്മിറ്റിയുടെ സുവനീറിന് വേണ്ടിയാണ് 50,000 രൂപ അനുവദിച്ചത്. കണ്ണൂർ മാവിലായി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സർക്കാർ പണം നൽകിയത്. മുഖ്യമന്ത്രിയാണ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട്. ശ്യാം, ഏത് സാഹചര്യത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ടൂറിസം വകുപ്പ് CPM-ന് പണം അനുവദിച്ചിരിക്കുന്നത്? രാജീവ്, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പണം പാർട്ടി ഫണ്ടിലേക്ക് പല കാരണങ്ങളാൽ വകമാറ്റുന്നത് അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് അനുവദിക്കുന്നത് ഇത് ആദ്യമല്ല. എന്നാലും ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് 2-ാം തീയതി ടൂറിസം വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കണ്ണൂർ മാവിലായിൽ ഉള്ള പുതിയ AKG സെൻറ്ററിൻ്റെ, അതായത് പാർട്ടി ഓഫീസാണ്. മാവിലായിൽ ലോക്കൽ കമ്മിറ്റി, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പുതിയ പാർട്ടി ഓഫീസ് മന്ദിരമാണ് AKG സെൻറ്റർ എന്ന പേരിലുള്ള മാവിലായിലെ പുതിയ പാർട്ടി ഫണ്ടിൻ്റെ പാർട്ടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സുവനീർ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആ സുവനീറിലേക്ക് പരസ്യ ഇനത്തിലാണ് 50,000 രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായ, അതായത് ഒരു പാർട്ടി പരിപാടിക്ക് പാർട്ടിയുടെ പേരിൽ ഫണ്ട് നൽകാനാകാത്തതുകൊണ്ട് സുവനീർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ പേരിലാണ് ടൂറിസം വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 18/10/2023 നൽകിയ അപേക്ഷയുടെ പ്രകാരം ഈ കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പ് 50,000 രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്ന പശ്ചാത്തലത്തിൽ നാളെ സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി, അത് ട്രഷറി നിയന്ത്രണത്തിലേക്ക് അടക്കം പോയൊരു പശ്ചാത്തലത്തിൽ ഈ 50,000 രൂപ ടൂറിസം വകുപ്പ് അനുവദിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതും പാർട്ടി പരിപാടിക്ക് പാർട്ടിയുടെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഓരോ ലോക്കൽ കമ്മിറ്റികളും ആവശ്യപ്പെടുകയാണ്, തങ്ങൾക്ക് പണം വേണമെന്ന് ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് സർക്കാർ ഇങ്ങനെ യഥേഷ്ടം ലോക്കൽ കമ്മിറ്റികൾക്ക് പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ ലോക്കൽ കമ്മിറ്റികളും ഇതേപോലെ ആവശ്യപ്പെടുകയും പണം അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ അതിന് വേണ്ടി വരും. ഒരുപക്ഷേ ഇതേ മാതൃകയിൽ തന്നെ കൂടുതൽ പണം അനുവദിച്ചിട്ടുണ്ടാകും. ഒരു ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചതെങ്കിലും കൂടുതൽ പണം അനുവദിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ പണം അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പണം അനുവദിക്കുകയാണെങ്കിൽ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ KSRTC-യിലെ അടക്കമുള്ള ജീവനക്കാർ കാലങ്ങളായുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുട്ടിലിഴയെന്ന് യാചിക്കേണ്ട അവസ്ഥ സംജാതമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത്രയേറെ KSRTC ജീവനക്കാർ മാത്രമല്ല, 6 മാസമാകുന്നു ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട്. സംസ്ഥാനത്ത് 6 മാസമായി ക്ഷേമ പെൻഷനുകൾ നൽകിയിട്ടില്ല. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകിയിട്ട്, സ്വകാര്യ ആശുപത്രികൾക്ക് ഉൾപ്പെടെ നൽകിയിട്ട് മാസങ്ങളാകുന്നു. ഇതിലെല്ലാം കുടിശ്ശിക വരുത്തുമ്പോഴാണ് ഇങ്ങനെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പണം ആവശ്യപ്പെടുന്നു, യഥേഷ്ടം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും സാമ്പത്തിക പ്രതിസന്ധി ഒരു തടസ്സവുമല്ല. തീർച്ചയായും രാജീവ്, അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈ KSRTC-യുടെ കാര്യം പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. കാരണം മറ്റു പല സമസ്ത മേഖലകളിലും വലിയ രീതിയിൽ ഒരു നിമിഷം തുടരുക. ശ്രീ പ്രഫുൽ കൃഷ്ണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രഫുൽ കൃഷ്ണ, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് CPM ലോക്കൽ കമ്മിറ്റി, മാവിലായി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നു സർക്കാരിനോട് പണം. ടൂറിസം വകുപ്പ് 50,000 രൂപ അനുവദിച്ചിരിക്കുകയാണ് ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനാണ്. അതായത് AKG സെന്റർ എന്ന പേരിൽ മാവിലായിൽ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുടങ്ങുന്നു. അതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു സുവനീർ പുറത്തിറക്കുന്നു. അതിനുവേണ്ടിയാണ് പണം ചോദിച്ചത്. 50,000 രൂപ അപ്പോൾ തന്നെ ടൂറിസം വകുപ്പ് അനുവദിച്ചിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? ഇതൊക്കെ കാണുന്ന സമയത്ത് ഒട്ടും അത്ഭുതം തോന്നുന്നില്ല. ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഇതും സംഭവിക്കും, ഇതിനപ്പുറവും സംഭവിക്കും. ഇതൊക്കെ ചിരിയോടുകൂടി കേൾക്കാനും കാണാനും മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഒരു ഓർഗനൈസേഷൻ, സംഘടന എന്ന് പറയുന്നത് വേറൊന്നുമില്ല. മാവിലായി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സുവനീർ ഉണ്ടാക്കാൻ, ആ സുവനീറിന് വേണ്ടി സർക്കാരിന്റെ പണം നൽകുക. ഇവിടെ സാധാരണക്കാരൻ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, വികലാംഗന് ക്ഷേമ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, കർഷകന്മാർ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് സ്കോളർഷിപ്പുകൾ തടഞ്ഞു വെക്കുന്നു. ഒന്നിനും പൈസയില്ല സർക്കാരിന്റെ കയ്യിൽ. വണ്ടികൾ കട്ടപ്പുറത്ത് കിടക്കുന്നു. ഡീസൽ അടിക്കാൻ, പോലീസ് വണ്ടികളിൽ ഡീസൽ അടിക്കാൻ കാശില്ല.
എല്ലാ സമയത്തും സാമ്പത്തിക ഞെരുക്കം പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ CPM-ന്റെ ഇത്തരം ഏരിയ കമ്മിറ്റികൾക്ക്, ലോക്കൽ കമ്മിറ്റികൾക്ക് ഓഫീസ് ഉണ്ടാക്കാൻ കൊടുക്കാൻ പണമുണ്ട്. CPM-ന്റെ നേതാക്കന്മാർക്ക് ആർത്തുല്ലസിച്ച് നടത്താൻ പരിപാടികൾ സംഘടിപ്പിക്കാൻ പൈസയുണ്ട്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശ യാത്രകൾ നടത്താൻ പൈസയുണ്ട്. നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് കോടികൾ ചെലവഴിച്ച് പരിപാടികൾ നടത്താൻ CPM-ന്റെ കയ്യിൽ പൈസയുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി നീക്കി വെക്കാൻ 5 നയാ പൈസ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. ഇവിടെ നെൽകർഷകന്മാർക്ക് പോലും താങ്ങുവില കേന്ദ്രം കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ കൊടുക്കാതെ ബാങ്ക് വായ്പയാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും ഇത് മാത്രമാണ് ഭരണം എന്ന രീതിയിലേക്ക് സംസ്ഥാനത്തിന്റെ ഭരണം മാറിയിരിക്കുന്നു. അനിവാര്യമായിട്ടുള്ള ഒരു അന്ത്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഉണ്ടായിട്ടുള്ള സമാനമായ എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം തന്നെ നല്ലതിനാണ് എന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി എന്താണ് എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിലൊട്ടും അത്ഭുതപ്പെടാനില്ല. ഇത് സംഭവിക്കും, ഇതിലപ്പുറവും സംഭവിക്കും. മുഖ്യമന്ത്രിയും കുടുംബവും എല്ലാവരും അഴിമതി ചെയ്ത് വലിയ ഗൗരവകരമായിട്ടുള്ള അന്വേഷണമാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നടക്കുന്നത്. അപ്പോ ഫോറൻസിക് അന്വേഷണം ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ CPM-ഉം എല്ലാം തന്നെ വല്ലാത്തൊരു പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഒരു സർക്കാർ എങ്ങനെയാണ് ഒരു ലോക്കൽ കമ്മിറ്റിക്ക് പരസ്യം കൊടുക്കുക? ഈ ടൂറിസം വകുപ്പ് എങ്ങനെയാ അങ്ങനെ ഒരു സാധനം കൊടുക്കുക? മുഖ്യമന്ത്രിയുടെ മരുമകനാണ് മുഹമ്മദ് റിയാസിന്റെ കീഴിലുള്ള വകുപ്പാണ്. അപ്പോ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാൻ പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു തരത്തിലും മുഖ്യമന്ത്രി തന്നെയാണ് ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടി തന്നെയാണ് പണം അനുവദിച്ചിരിക്കുന്നത്. അതും കണ്ണൂരിലാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മരുമകൻ സഹായിക്കണമല്ലോ. മരുമകൻ ഇങ്ങോട്ടൊരു പാലം ഇട്ടാൽ അങ്ങോട്ടും പാലം ഇടണമല്ലോ. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പൊ 50,000 തന്നെയാണോ കൊടുത്തത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. 50,000 മാത്രമാണോ കൊടുത്തത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൈസ? നോക്കൂ, ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് കേരളീയം പരിപാടിയുടെ ഭാഗമായിട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുത്ത പണം കണ്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് വൈദ്യുത ദീപ അലങ്കാരങ്ങൾ തൂക്കാൻ വേണ്ടി ലക്ഷത്തിന് 50 ലക്ഷം രൂപയാണ് മുൻകൂറായിട്ട് കൊടുക്കുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് വൈദ്യുതി അലങ്കാരങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് കേരളത്തിൽ ആത്മഹത്യ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ സമയത്താണ് നെൽകർഷകൻ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് താങ്ങുവില കിട്ടാതെ. അപ്പോ ഇത്തരത്തിൽ ആളുകൾ കഷ്ടപ്പെടും. ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ശ്രീ പ്രഫുൽ കൃഷ്ണ. നവകേരള സദസ്സിൽ പരാതി നൽകിയ വായ്പാ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ആൾക്ക് അനുവദിച്ചത് 500 രൂപയാണ്. 500 രൂപയുടെ ഇളവാണ് അനുവദിച്ചത്. അല്ല, തീർച്ചയായിട്ടും ഈ നവകേരള സദസ്സിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു ഗിമ്മിക്കായിരുന്നല്ലോ ഈ പരാതി എന്ന് പറയുന്ന സംവിധാനം. നവകേരള സദസ്സ് നടക്കുമ്പോൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മണിക്കൂറുകൾക്കുള്ളിൽ അതിനുള്ള പ്രശ്നപരിഹാരം എന്നാണ് പറഞ്ഞത്. നമ്മൾ അപ്പൊ തന്നെ പരിഹാസ രൂപേണ പറഞ്ഞിരുന്നു. നവകേരള സദസ്സിൽ കൊടുക്കുന്ന പരാതികൾ അത് AKG സെന്ററിന്റെ മൂലയ്ക്ക് അത് എടുത്ത് കത്തിക്കും. AKG സെന്ററിന്റെ മൂലയ്ക്ക് ഇരുന്ന് കത്തിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പരാതികൾ കിട്ടിയല്ലോ, 1000-കണക്കിന് 10,000 പാവങ്ങൾ വെയിലത്ത് കാത്തു നിന്നു ഒരു കറുപ്പ് ചുരിദാർ ഇട്ട് വന്ന ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുപോയി ചുരിദാർ മാറ്റിച്ച് പരിപാടിക്ക് പരാതിയുമായിട്ട് വന്നു. അങ്ങനെ പരാതി കൊടുത്തു. ആ പരാതികൾ എന്ത് തീർപ്പാണ്ടായിട്ടുള്ളത്? ഈ 10,000-കണക്കിന് പരാതികളാണ് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു തീർപ്പും ഒന്നുണ്ടായിട്ടില്ല. 500 രൂപയുടെ ബാങ്ക് വായ്പ കുറച്ചു കൊടുത്തു. ഇപ്പൊ മന്ത്രിമാർക്കെതിരായിട്ടുള്ള പരാതി കിട്ടി. മന്ത്രിമാർക്കെതിരായിട്ട് അഹമ്മദ് ദേവർകോവിലിനെതിരായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. PV അൻവറിനെതിരായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇത്തരത്തിലേക്കുള്ള ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. PV അൻവർ
അല്ലെ? PV അൻവറൊക്കെയാണ് വലിയ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രമാണിമാരായിട്ടുള്ളത്. എന്താ PV അൻവറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്? നോക്കൂ, മുഹമ്മദ് റിയാസ് തോന്നിയ പോലെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് കേരളം കണ്ടത് ആർഭാടമായിരുന്നില്ലേ? അണ്ടിപ്പരിപ്പിനകത്ത് പാലൊഴിച്ച് കഴിക്കുന്നു. അതാണ് പ്രാതൽ. മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും പ്രാതലാണ് അണ്ടിപ്പരിപ്പിനകത്ത് പാലൊഴിച്ച് കഴിക്കുന്ന പ്രാതൽ. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ധൂർത്തിലേക്ക്, തെമ്മാടിത്തത്തിലേക്ക്, എന്തും ചെയ്യാമെന്നുള്ളൊരു ധാർഷ്ട്യത്തിലേക്ക് രണ്ടാം വട്ടവും അധികാരം കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ആ ഒരു മാൻഡേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്. ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന്റെ അനിവാര്യമായിട്ടുള്ള അധപ്പതനത്തിലേക്ക് അതിവേഗം നടന്നെടുത്തു എന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണ ഈ സമയം പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി ശ്യാമിലേക്ക് തന്നെ പോവുകയാണ്. ശ്യാമ, നമ്മൾ സൂചിപ്പിച്ചത് നാളെയാണ് സംസ്ഥാന ബജറ്റ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് ധനമന്ത്രി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് കണ്ണൂർ മാവിലായി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പണം അനുവദിക്കുന്നു. CPM ആവശ്യപ്പെടുമ്പോഴൊക്കെ ഈ ധനപ്രതിസന്ധി ഒന്നും ഒരു പ്രശ്നമേ അല്ല, ആവശ്യത്തിന് പണം നൽകുന്നു. അതേസമയം തന്നെയാണ് കഴിഞ്ഞ ബജറ്റിലാണ് ഇന്ധന നികുതി സെസ് ഏർപ്പെടുത്തിയത്. ആ സെസ് ഏർപ്പെടുത്തുമ്പോൾ പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് സെസ് ഏർപ്പെടുത്തുന്നത്. 2 രൂപ സാധാരണ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ 6 മാസമാകുന്നു ഈ ക്ഷേമ പെൻഷനുകൾ നൽകിയിട്ട്. സാധാരണക്കാർ വളരെയധികം ദുരിതത്തിലാണ്. ആ പണം എന്ന് നൽകുമെന്ന് പോലും പറയാൻ ധനവകുപ്പിന് കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. മാത്രമല്ല മുന്നോട്ടുള്ള പോക്ക് പോലും പ്രതിസന്ധിയിലാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് CPM ആവശ്യപ്പെടുമ്പോഴൊക്കെ ഈ രീതിയിൽ പണം നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രാജീവ്, ഒരു ഭാഗത്ത് ധനമന്ത്രി നിന്ന് പറയുന്നു സംസ്ഥാനം വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒപ്പം തന്നെ ധനമന്ത്രി തന്നെ മറ്റു വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകുന്നു. ദൈനംദിന ചെലവുകൾ ചുരുക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ വാക്കാലും പിന്നീട് ഉത്തരവ് പ്രകാരവും ഒക്കെ തന്നെ അങ്ങനത്തെ നിർദ്ദേശങ്ങൾ നൽകി. പക്ഷേ മറുഭാഗത്ത് പാർട്ടി ആവശ്യപ്പെടുമ്പോഴൊക്കെ തന്നെ അതിനായി പല ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് തന്നെ ഫണ്ട് അനുവദിക്കുക. ഒപ്പം തന്നെ ഈ അല്പം മുമ്പ് പ്രഫുൽ കൃഷ്ണ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ പാർട്ടി ആവശ്യപ്പെടുമ്പോൾ ടൂറിസം വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിക്കുക എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ പ്രഫുൽ കൃഷ്ണ ചോദിച്ച പോലെ എങ്ങനെയാണ് ടൂറിസം വകുപ്പിൽ നിന്ന് പാർട്ടിക്ക് ഫണ്ട് അനുവദിക്കുക എന്ന് പറയുമ്പോൾ അവർ അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. കാരണം ഈ സുവനീറിന് ലോക്കൽ കമ്മിറ്റി മാവില ഏരിയ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലല്ല അവർ അപേക്ഷ നൽകിയിട്ടുള്ളത്. അവർ അപേക്ഷ നൽകിയിരിക്കുന്നത് ടൂറിസം വകുപ്പിന് 18/10/2023 ഡേറ്റഡ് ഒരു അപേക്ഷ നൽകിയിട്ടുള്ളത് സുവനീർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ച് മാവില സുവനീർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ പേരിലാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് AKG സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെ മാവില ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി AKG സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ മുഖ്യമന്ത്രി ആ വേദിയിൽ പറഞ്ഞാണ് ഒരു സുവനീറിന്റെ ആവശ്യകതയുണ്ട്, കലാവാസനയുള്ള നിരവധി ചെറുപ്പക്കാർ ഈ പ്രദേശത്തുണ്ട് എന്നുള്ള അടക്കം. അതിൽ AKGയുടെ മകൾ ലൈല അടക്കമുള്ള അവർ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാകാം ടൂറിസം വകുപ്പ് ഇത്തരത്തിൽ 50,000 രൂപ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയും അനുവദിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം വലിയൊരു സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്ന് ധനമന്ത്രി തന്നെ ആവർത്തിച്ച് സഭയിലും മറ്റ് പൊതുപരിപാടികളിലും ഒക്കെ പറയുന്ന പശ്ചാത്തലത്തിൽ പോലും 50,000 രൂപ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ നാളെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഈ 50,000 രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ആ സംസ്ഥാനം. അതിൻ്റെ ഇടെയാണ് ഇത്തരത്തിൽ വീണ്ടും അനാവശ്യമായി തുക ചെലവഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ ബജറ്റിന് ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് എന്നായിരുന്നു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഇന്ധന സെസ്സിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞ അത്രയും തുക സർക്കാരിന് സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ
ഇപ്പോൾ പറയുന്നത്. അന്ന് പറഞ്ഞത് തന്നെയാണ് വീണ്ടും സർക്കാർ ആവർത്തിക്കുന്നത്, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകുക എന്നുള്ളത്. പക്ഷേ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ 8 മാസം മുടങ്ങി, പിന്നീട് അത് 6 മാസമായി ഇപ്പോൾ വീണ്ടും മുടങ്ങിയൊരു സാഹചര്യമാണ്. അത് വലിയ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം മാത്രമല്ല, സമസ്ത മേഖലകളിലും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വലിയ പ്രതിസന്ധിക്കിടെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത്. ടൂറിസം വകുപ്പ് സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പക്ഷേ CPM-ന് പണം അനുവദിക്കുന്നതിന് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു തടസ്സവുമില്ല. കണ്ണൂർ മാവിലായി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് AKG സെന്റർ എന്നാണ് ഈ ഓഫീസിന്റെ പേര് നൽകിയിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊരു സുവനീർ പുറത്തിറക്കുന്നു. ആ സുവനീറിന് വേണ്ടി ടൂറിസം വകുപ്പ് 50,000 രൂപ അനുവദിക്കുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിൽ തുക അനുവദിക്കുന്നത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ധനവകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഇത്തരത്തിൽ തുക അനുവദിച്ചിരിക്കുന്നത്. ശ്യാമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.